ഇങ്ങനെ മാങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് തെറിപ്പിക്കുക. അങ്ങോട്ടേക്ക് പൊട്ടിക്കുക. അപ്പൊ അച്ഛൻ അങ്ങോട്ട് തെറിച്ചു. മനസ്സിലായോ? ഗുഡ് ജോബ്, വാസ് എ ടീം എഫേർട്ട്. എന്നിട്ട് അതിങ്ങനെ കണ്ടുട്ടാ ചേച്ചി കണ്ടുട്ടാ. അയ്യോ സോറി ചേച്ചി, വിശന്നിട്ടാ ചേച്ചി. എടി കുഴപ്പമില്ല, ചേച്ചി ചില്ലാണ്, ഓടണ്ട. ചേച്ചി ചിരിച്ച് പാസ്സാക്കി. ആ അതാണ്, ഇങ്ങനൊന്നും ഓടരുതിട്ടാ ഇട്ടേച്ച്. പോസ്റ്റിൽ ഇവിടെ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇട്ട് ഓടിയ വഴിക്ക് കൊള്ള ആക്ച്വലി അതിന്റെ അകത്ത് കിടക്കും. പോകാൻ പറ്റില്ല. ബ്രോ ഞാനൊക്കെ ശരിക്കും നടന്നൊക്കെ പോകുമ്പോ ഇടയ്ക്ക് പല ഫിലോസഫിക്കൽ ചിന്തകളിലായിട്ട് ഐ വോണ്ട് ബി ലുക്കിംഗ് അറ്റ് ദ റോഡ്. ഓക്കെ, അപ്പൊ കാലൊക്കെ ഇങ്ങനെ വന്ന് കണ്ടോ. താങ്ക് യു. ഗുഡ് ജോബ്. അല്ല കൈകിട്ട് കടിച്ചാ പോരെ. ഇതിനിപ്പോ എനിക്കിത് കഴുകാണ്ടൊരു നീ കഴുകാണ്ട് കടിക്കും. പിന്നല്ലാതെ നിങ്ങൾ രണ്ടുപേരും കടിച്ചാൽ ഞാനും കടിക്കും. ഇത്രേ ഉള്ളൂ നിന്റെ സെൻസ് ഓഫ് ഹൈജീൻ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ചെയ്യും. ആസ് യൂഷ്വൽ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഒരാളുടെ ഉപ്പുമുളക് ഇട്ടിട്ട് ഒരാളെ മാങ്ങ കൊടുത്തിരുന്നു. ചായ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെല്ലോൻ്റെ പറമ്പിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച് അതിൽ ഉപ്പും മുളകും പുരട്ടി കഴിക്കും. നമ്മളിപ്പോൾ മലബാർ ബൈറ്റ്സിലാണ്. LPG ക്ഷാമം കാരണം ഇവിടെ കുറച്ചുകൂടെ വലിയ കെറ്റിൽ വന്നിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, മോഡേണൈസേഷൻ. പിന്നെ ഒരു 2 ദിവസം കൂടെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് സ്നാക്സൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത്, കാരണം ഇർഫാന് വെരി സർപ്രൈസിംഗ്ലി സോഷ്യൽ ആങ്സൈറ്റി അടിച്ചു. സോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സ്ഥലത്ത് ചായ അടിക്കാൻ വന്നുള്ള വൺ ഓഫ് ദ മെയിൻ പ്രശ്നംസ്. നമ്മളൊരു 3 ചായ പറഞ്ഞിട്ട് കുറേ നേരമായി. ചേട്ടാ ഇത് നമ്മുടെ ചായയാണോ? നമ്മുടെ ചായ എവിടെ? ഇല്ല സ്ട്രോങ് ഒന്നും പറ്റില്ല. ഒരെണ്ണം സ്ട്രോങ് ആക്കാൻ പറ്റും. ഇത് സ്ട്രോങ്ങാ. ഇതിലേതാണ് സ്ട്രോങ്? നീ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. എൻ്റേത് കുടിക്കാൻ പറ്റില്ല കേട്ടോ. രണ്ടും നോർമലാണ്, ഒരു വ്യത്യാസമില്ല. പക്കനെ എതിർക്കാം. തനിയൊക്കെ ഇഷ്ടം. അപ്പം ഈ സ്പിരിലിനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സ്പിരിലിൻ്റെ ജീവിതത്തിൽ. ബട്ട് ഇൻ ദി എൻഡ് ഐ മീൻ നോട്ട് മെനി പീപ്പിൾ ലൈക്ക് ദിസ് സ്പിരിൽ ആസ് വെൽ. സോ ഇറ്റ് ഇസ് വെരി റിലേറ്റബിൾ ആക്ച്വലി. ഐ സോ റെപ്രസെൻറ്റേഷൻ ഞാൻ ആദ്യമായിട്ട് മീഡിയയിൽ കണ്ടത് ആ സ്പിരിലിലൂടെയാണ്. അങ്ങനെ എനിക്ക് ബുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ബുക്ക് വാങ്ങിത്താറ് പറഞ്ഞു അങ്ങനെ കുറച്ചധികം ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു റെപ്രസെൻറ്റേഷൻ റിലേറ്റബിലിറ്റി മുതലായ ഫാക്ടേഴ്സ് കൊണ്ട് ഞാൻ ഒത്തിരി ക്ലോസ് മൈ ഹാർട്ട് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സ്പിരിൽ നാട്ടി പറഞ്ഞത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഇറ്റ് ഡൺ. വുഡ് യു ലൈക്ക് ടു സീ സ്പിരിൽ നാട്ടി? നല്ലൊരു ബാക്ക് സ്റ്റോറി ആയിരുന്നു. വൈബ്സ് കുറച്ച് ഇമാക്കുലേറ്റ് ആണ്.